ഹലോ ഡിഫൻസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 12 ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ NCERT ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം നമ്മുടെ പബ്ലിക് എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പബ്ലിക് എക്സാമിന്റെ പാറ്റേൺ അനുസരിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് NCERT നിന്ന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാൻ വളരെ സാധ്യതയുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സീരീസ് ആരംഭിച്ചിരിക്കുന്നത്. ചാനലിൽ പുതിയവരാണെങ്കിൽ നമുക്ക് 7 ചാപ്റ്ററിന്റെ NCERT വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചാപ്റ്റർ 8 ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത്. നോക്കാലോ. നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് 2 ചോദ്യങ്ങളാണ്. ഓക്കെ, 2 ചോദ്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ള NCERT നിന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. ഓക്കെ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഫിഗർ 8.7 made of circular plates each of radius 6 cm has a capacitance C is equal to 100 picofarad. The capacitor is connected to a 230 watt AC supply with an angular frequency of 300 radian per second. ഓക്കെ, നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ട്. ഈ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ സർക്കുലർ പ്ലേറ്റ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അത് നമുക്കറിയാം. അതിന്റെ രണ്ടിന്റെ റേഡിയസ് 6 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. പിന്നെ കപ്പാസിറ്റൻസ് ഓരോന്നിന്റെയും 100 പൈക്കോഫാരഡ്, അതായത് 100 × 10⁻⁻12 ഫാരഡ്. ഓക്കെ, ഇത് തന്നിട്ടുണ്ട്. കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ടു 230 വോൾട്ട് സപ്ലൈ തന്നിട്ടുണ്ട്. വോൾട്ടേജിന്റെ സപ്ലൈ അത് 230 വോട്ട് ആണ്. പിന്നെ അതേപോലെ തന്നെ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗയും തന്നിട്ടുണ്ട്. അത് എത്ര? 300. ഓക്കെ, വാട്ട് ഇസ് RMS വാല്യൂ ഓഫ് ദ കണ്ടക്ഷൻ കറന്റ്? നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കണ്ടക്ഷൻ കറണ്ടിനെ കുറിച്ചാണല്ലേ പഠിച്ചത്. കണ്ടക്ഷൻ കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിനെ കുറിച്ചാണ് പഠിച്ചത്. കണ്ടക്ഷൻ കറണ്ട് അല്ല, ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിനെ കുറിച്ചാണ് പഠിച്ചത്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ആ ഒരു കപ്പാസിറ്റർ പ്ലേറ്റ്സിന് ഇടയിൽ ഉണ്ടാവുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, ഇലക്ട്രിക് ഫീൽഡിന്റെ വേരിയേഷൻ കാരണം ഉണ്ടാവുന്ന കറണ്ടാണ് ആര്? നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും കണ്ടക്ഷൻ കറണ്ടും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. നമുക്കിപ്പോൾ അവിടെ കപ്പാസിറ്റർ തന്നിട്ടുള്ളത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യം തന്നെ A ചെയ്യുന്നതിന് മുമ്പായിട്ട് B ഒന്ന് ചെയ്ത് നോക്കാം. B ഒരു 1 വേർഡ് ആൻസർ ആണ്. നമുക്ക് ഇവിടെ C എന്ത് ചെയ്യാനില്ല. C നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം എന്താ പറഞ്ഞാൽ ഈ ഒരു സിലബസിൽ നമ്മുടെ സ്റ്റേറ്റിൽ ഇല്ലാത്ത ഒരു ഇക്വേഷൻ ഉണ്ട്. അത് നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യേണ്ട അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? C ആൻസർ ചെയ്യാം. C വേണ്ട. ഓക്കെ, അടുത്ത വാല്യൂ ഓഫ് RMS വാല്യൂ ഓഫ് ദ കണ്ടക്ഷൻ കറണ്ട്. ഓക്കെ, അപ്പോൾ B ആദ്യം നോക്കാം. എന് മുമ്പ് ഈസ് ദ കണ്ടക്ഷൻ കറണ്ട് ഈക്വൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. നമ്മുടെ EM വേവ്സിൽ പഠിക്കേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താ പറഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ID അതെപ്പോഴും നമ്മുടെ കണ്ടക്ഷൻ കറണ്ട് IC ആയിട്ട് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മുടെ കപ്പാസിറ്റർ എടുത്ത് നോക്കിയാൽ അതിൽ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. കാരണം ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ IDയും IC ഈക്വൽ ആയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന നെറ്റ് കറണ്ട് എന്തായിരിക്കും? 0 ആണ്. ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കുക. ഇതാണ് നമ്മുടെ ബിത്തെ ആൻസർ. ഇനി A നോക്കാം. വാട്ട് ഇസ് ദ RMS വാല്യൂ ഓഫ് ദ കണ്ടക്ഷൻ കറണ്ട്? കണ്ടക്ഷൻ കറണ്ട് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കറണ്ട് എടുത്തു. കണ്ടക്ഷനും ഡിസ്പ്ലേസ്മെന്റ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാനില്ല, സെപ്പറേറ്റ് ചെയ്ത് പറയുന്നില്ല. IRMS നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. IRMS പറഞ്ഞാൽ ഈ RMS ബൈ ഏതാണോ അവിടെ റെസിസ്റ്റൻസ് അത്. ഇവിടെ കപ്പാസിറ്റർ ആയതുകൊണ്ട് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ് റെസിസ്റ്റൻസ് XC. ഓക്കെ, C പറഞ്ഞാൽ C × ഒമേഗയാണ് നമുക്കറിയാം. അപ്പോൾ 230 ബൈ C ഒമേഗ അല്ലെങ്കിൽ ഒമേഗ C. ഓക്കെ, 1 ബൈ ഒമേഗ C കേട്ടോ. 1 ബൈ ഒമേഗ C അല്ലെങ്കിൽ C ഒമേഗ. അപ്പൊ നമ്മൾ എന്ത് കിട്ടും? 230 × C ഒമേഗ എന്ന് കിട്ടും. ഇനി ജസ്റ്റ് വായിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന I is equal to 230 × C പറയുന്നത് 100 ആണ്. 100 × 10⁻⁻12 ഇൻറ്റു ഒമേഗ എന്ന് പറയുന്നത് 300 റേഡിയൻ പെർ സെക്കൻഡ്. ഓക്കെ, ഇത്രയും ആംപിയർ നമുക്ക് കിട്ടും. ഓക്കെ, നമ്മൾ ഈ ഒരു സാധനം, അതായത് ഈ ഒരു മാത്സ് ജസ്റ്റ് നിങ്ങളുടെ കാൽക്കുലേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ കമന്റ് ഇടാനും മറക്കരുത്. ഓക്കെ, നമുക്ക് ചെയ്യേണ്ട രീതി മാത്രം നോക്കാം.
നമുക്ക് എക്സാമിന് ആൻസർ എല്ലാം മുഖ്യം. ഓക്കെ, ഇങ്ങനെ ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ചോദ്യം നമ്മൾ എങ്ങനെ എന്ത് ചെയ്യും, അപ്രോച്ച് ചെയ്യും എന്നതിലാണ് കാര്യം. ഒരു 12th സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥി എന്ന നിലയിൽ വളരെയധികം നമുക്കറിയാം, നമ്മുടെ ഫിസിക്സിന്റെ മോഡൽ എക്സാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അതിൽ ചോദിക്കാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ വരെ വളരെ സൂപ്പറായി തന്നെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ പബ്ലിക് എക്സാം അങ്ങനെ ഒരു ലെവലിലാവും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ, അല്ലെ? യെസ്. അപ്പൊ നമ്മൾ ആൻസറിനല്ല കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മൾ ഇപ്പോൾ കുറെ ക്വസ്റ്റ്യൻ പഠിച്ചു, അതിന് നമ്മൾ കുറെ ആൻസർ പഠിച്ചിട്ട് കാര്യമില്ല. ആ ക്വസ്റ്റ്യൻ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആള് എന്ത് വിചാരിച്ചോ, ഏതൊരു സോഴ്സിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം, അല്ലെ? അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണെങ്കിൽ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കുറെ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ആൻസർ കമന്റ് ചെയ്യില്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. The amplitude of the magnetic field part of the harmonic electromagnetic wave is 510 Newton Tesla. Nano Tesla. What is the amplitude of electric field of it? നമ്മുടെ 2026 ഫിസിക്സ് പബ്ലിക് എക്സാമിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയി നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ പഠിച്ചു വെക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് C is equal to C0 ഒന്നുമില്ല, C0 ഇല്ല കേട്ടോ, C is equal to E0